പാഠപുസ്തകങ്ങളിൽ പഠിച്ചു മറന്ന എല്ലോറ ഗുഹകൾ, താജ് ഓഫ് ഡെക്കാൻ എന്നറിയപ്പെടുന്ന ബീവി കാ മക്ബാര, പിന്നെ 3 സാമ്രാജ്യങ്ങളുടെ ഉയർച്ച താഴ്ചകൾ കണ്ട ദൗലതാബാദ് കോട്ട. മഹാരാഷ്ട്രയിലെ ചരിത്ര സ്മാരകങ്ങൾ അവസാനിക്കുന്നില്ല. ആ വിസ്മയ കാഴ്ചകളിലൂടെ മാതൃഭൂമി യാത്ര സഞ്ചാരം തുടരുകയാണ്. ഔറംഗാബാദിൽ നിന്ന് യാത്ര തിരിക്കും മുൻപ് ഒരിടം കൂടി കാണാനുണ്ട്. അതാണ് പഞ്ചക്കി. പേരുപോലെ കൗതുകകരമാണ് ഇവിടുത്തെ കാഴ്ചകളും. സൂഫി വര്യനായിരുന്ന ഹസ്രത് ബാബ ഷാ മുസാഫിറിന്റെ സ്മരണാർത്ഥം 1744 നിർമ്മിച്ചതാണ് പാഞ്ചക്കി. കയറി ചെല്ലുമ്പോൾ കാണുന്നത് സാമാന്യം വലിപ്പമുള്ള ഒരു ജലസംഭരണിയാണ്. അതിന്റെ മധ്യത്തിലായി പ്രവർത്തനരഹിതമായ ജലധാരയുമുണ്ട്. ജലസംഭരണിയോട് ചേർന്ന് തന്നെ വലിയൊരു ആൽമരമുണ്ട്. കുളത്തിന്റെ തീരത്ത് തണൽ വിരിച്ച് കാഴ്ചയ്ക്ക് കൂടുതൽ സൗന്ദര്യമേകി ഈ ആൽവൃക്ഷം പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ഈ ജലസംഭരണിയും അതിനോടനുബന്ധിച്ചുള്ള വാട്ടർ മില്ലുമാണ് ഇവിടുത്തെ അത്ഭുത കാഴ്ച. പഞ്ചക്കി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ വെള്ളം കൊണ്ട് പ്രവർത്തിക്കുന്ന മില്ല് എന്നാണ്. ജലസംഭരണിക്ക് തൊട്ടടുത്തായി ഇപ്പോഴും പൂട്ടിയിട്ട നിലയിൽ ആ വാട്ടർ മിൽ നമുക്ക് കാണാം. മനുഷ്യാധ്വാനമില്ലാതെ വെള്ളത്തിന്റെ കരുത്തുകൊണ്ട് യന്ത്രം കറക്കി ധാന്യങ്ങൾ പൊടിച്ചെടുക്കുന്നതിനാണ് ഈ മില്ല് ഉപയോഗിച്ചിരുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മില്ല് ഇപ്പോൾ വെറും പ്രദർശന വസ്തു മാത്രമാണ്. മധ്യകാല എഞ്ചിനീയറിംഗ് വൈഭവത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് പഞ്ചക്കി. ഭൂമിക്കടിയിലൂടെയുള്ള ജലനിർഗമന മാർഗമാണിത്. ഔറംഗാബാദിന്റെ 6 കിലോമീറ്ററോളം വടക്ക് മാറിയുള്ള ജലസ്രോതസ്സിൽ നിന്നാണ് ഇവിടേക്ക് വെള്ളമെത്തുന്നത്. അതും മണ്ണുകൊണ്ടുള്ള കുഴലുകളിലൂടെ. കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു വലിയ ചതുര തൂണിനു മുകളിലേക്ക് ഈ വെള്ളം കുഴലിലൂടെ തന്നെ കടന്നുപോകുന്നു. തീർത്ഥാടകർക്കുള്ള ആവശ്യങ്ങൾക്കായാണ് ഇവിടെ വെള്ളം എത്തിച്ചിരുന്നത്. കുളത്തിൽ നിറയെ മത്സ്യങ്ങളുണ്ട്. ഇവിടെ എത്തുന്ന സന്ദർശകർ മീനുകൾക്ക് ഭക്ഷണം നൽകാറുണ്ട്. വിൽക്കാൻ വച്ചിരിക്കുന്ന കടലയും പൊരിയുമൊക്കെ മത്സ്യങ്ങൾക്ക് വാങ്ങിക്കൊടുക്കാനുള്ള ഭക്ഷണങ്ങളാണ്. കവാടത്തിലൂടെ അകത്തേക്ക് കയറുമ്പോൾ ബാബയുടെ ദർഗ കാണാം. നൂറുകണക്കിന് അനാഥരുടെയും ഫക്കീർമാരുടെയും ദരിദ്രരായവരുടെയും സ്ഥിര താമസ സ്ഥലമാണ് ഈ ദർഗ. ഈ ദർഗ നിർമ്മിച്ച് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ജലസംഭരണിയും പഞ്ചക്കിയും നിർമ്മിക്കപ്പെടുന്നത്. 1 ലക്ഷത്തിലേറെ പുസ്തകങ്ങളും അപൂർവ പുരാരേഖകളും ഉൾപ്പെടെയുള്ള അമൂല്യ ശേഖരം ദർഗയോടനുബന്ധിച്ചുള്ള ലൈബ്രറിയിലുണ്ടായിരുന്നു. 1970-ൽ അവയിൽ നല്ലൊരു പങ്ക് ഹൈദരാബാദിലേക്ക് മാറ്റി. സൂഫിസവും അറബിക് തത്വശാസ്ത്രവും ഉൾപ്പെടെ ഉറുദു, പേർഷ്യൻ ഭാഷകളിലുള്ള 2500ഓളം പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇവിടെയുള്ളത്. മഹാരാഷ്ട്രയിലെ വഖഫ് ബോർഡിന്റെ ആസ്ഥാനം കൂടിയാണ് പഞ്ചക്കി. അന്തേവാസികൾ ധാരാളമുണ്ടെങ്കിലും അതിന്റെ തിരക്കൊന്നും ഇവിടെ കാണാനില്ല. ഔറംഗാബാദിലെ കാഴ്ചകൾ ഏതാണ്ടൊക്കെ അവസാനിക്കാറായി. ഇനി പോകുന്നത് ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നെന്ന് വിശേഷിപ്പിക്കാവുന്ന അജന്തയിലേക്കാണ്. ഔറംഗാബാദിൽ നിന്ന്
100 കിലോമീറ്ററോളം ദൂരമുണ്ട് അജന്തയിലേക്ക്. അങ്ങനെ നമ്മൾ അജന്ത കേവ്സിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. ഇത് പ്രധാന പാതയിൽ നിന്നും കുറച്ച് അകത്തോട്ട് വരാനുണ്ട്. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ വേറെ ചെറിയ വഴിയിലൂടെ അകത്തേക്ക് വരാനുണ്ട്. ഇവിടുന്ന് വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷമാണ് ശരിക്കും നമ്മൾ അജന്ത കേവ്സിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അജന്തയുടെ വ്യൂ പോയിന്റ് എന്ന് പറയുമ്പോൾ ആർക്കും ഒരു സംശയമുണ്ടാകും. ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വഴിയിലൂടെയല്ല ഇവിടേക്ക് എത്തുന്നത്. ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ അജന്ത അത്ഭുതമാകുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അജന്ത കേവ്സിന്റെ വ്യൂ പോയിന്റ് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ശരിക്കും ആ വ്യൂ പോയിന്റിന് വേണ്ടി തന്നെ നമുക്ക് ആ ദൂരക്കാഴ്ച ആസ്വദിക്കാൻ വേണ്ടി തന്നെ ഒരു സ്ഥലം കെട്ടി ഉണ്ടാക്കിയിരിക്കുകയാണ്. യെസ്, ഇതാ നമുക്കിവിടുന്ന് അജന്ത കേവ്സിന്റെ ദൂരക്കാഴ്ച നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അങ്ങ് അകലെ ദ്വാരം വീണ നീണ്ട പാറമട പോലെ അജന്ത. 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരാണ് അജന്തയിലെ ഈ ഗുഹകൾ കണ്ടെത്തിയത്. അതുവരെ കാട് പിടിച്ചു കിടക്കുകയായിരുന്നു ഇവിടം. തുടർന്ന് പുരാവസ്തു ഗവേഷകരുടെ സഹായത്തോടെ നടത്തിയ തിരച്ചിലിൽ ബാക്കി ഗുഹാക്ഷേത്രങ്ങളും കണ്ടെത്തി. ഇത് അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വിസ്മയ ലോകത്തിന്റെ പുറം കാഴ്ച മാത്രമാണ്. ദൂരെ നിന്നുള്ള പുറം കാഴ്ച. അങ്ങനെ നമ്മൾ വ്യൂ പോയിന്റ് ഒക്കെ കണ്ട് ഏകദേശം ഒരു 25 കിലോമീറ്ററോളം നമ്മൾ വീണ്ടും ഡ്രൈവ് ചെയ്ത് അജന്ത കേവ്സിൻ്റെ പ്രോപ്പർ പാർക്കിങ്ങിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങനെയാണ് അജന്ത കേവ്സിലേക്ക് പോവുക എന്നുള്ളതാണ്. ഏകദേശം ഒരു 4 കിലോമീറ്റർ ഉണ്ട്, നമുക്ക് നോക്കാം. അജന്തയിലെ അത്ഭുതം കാണാൻ സഞ്ചാരികളുടെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുറച്ചു കാലം മുൻപ് വരെ സ്വകാര്യ വാഹനങ്ങൾക്ക് അജന്ത വരെ പ്രവേശനം അനുവദിച്ചിരുന്നു. പിന്നീട് വാഹനങ്ങളുടെ ബാഹുല്യം കൂടിയപ്പോൾ അന്തരീക്ഷ മലിനീകരണവും വർദ്ധിച്ചു. ഈ മലിനീകരണം അജന്തയിലെ ചുവർച്ചിത്രങ്ങൾക്ക് ദോഷകരമാകുന്നു എന്ന പഠന റിപ്പോർട്ടുകളെ തുടർന്നാണ് ഇവിടേക്ക് വരുന്ന സ്വകാര്യ വാഹനങ്ങൾ നിയന്ത്രിച്ചത്. ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാരിന്റെ വാഹനങ്ങളാണ് അജന്തയിലെ ഗുഹാക്ഷേത്ര പരിസരങ്ങളിലേക്ക് എത്താനുള്ള ആശ്രയം. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അവസാനം വന്ന് പെട്ടത് ഒരു വലിയ ലൈനിലാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് 4 കിലോമീറ്റർ പോകുന്നത് ബസ്സിലാണ് പോകുന്നത്. ഇവരുടെ അംഗീകൃത ബസ്സിൽ. നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളിൽ അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ ആ ബസ്സിൻ്റെ ക്യൂവിലാണുള്ളത്. പൗരാണിക ഭാരത സംസ്കാരത്തിന്റെ എണ്ണപ്പെട്ട കൊടിയടയാളങ്ങളിലൊന്നാണ് അജന്തയിലെ ഗുഹാക്ഷേത്രങ്ങൾ. മധ്യകാലഘട്ടത്തിലെ ജീവിതത്തിലേക്കും സാമ്പത്തികാവസ്ഥയിലേക്കുമൊക്കെ ചരിത്രകാരന്മാർക്ക് വഴികാട്ടിയിട്ടുള്ളവയാണ് ഈ ഗുഹാചിത്രങ്ങൾ. വിനോദസഞ്ചാരികളും വിശ്വാസികളും ചരിത്രവും ചിത്രകലയും പഠിക്കുന്നവരും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് അജന്തയിലെ ഗുഹാക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇത് അകത്തേക്ക് പ്രവേശിക്കാൻ ഒരാൾക്ക് 30 രൂപയുടെ ടിക്കറ്റാണ്. 30 രൂപയുടെ ടിക്കറ്റ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. സ്റ്റെയർ കേസിലൂടെ പോകേണ്ടവർക്ക് സ്റ്റെയർ കേസിലൂടെ പോകാം. അതല്ല റാമ്പ് ആണെങ്കിൽ അപ്പുറത്ത് സ്ലോപ്പ് ആയിട്ടുള്ള ഒരു വഴി വേറെ ഉണ്ട്. ഏതായാലും ഞാൻ സ്റ്റെയർ കേസിലൂടെയാണ് പോകുന്നത്. മുകളിലേക്ക് നടന്നു കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കായി ട്രോളികളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെയിന്റിങ്ങുകളും ശില്പങ്ങളും ചുമർ ചിത്രങ്ങളും ഉൾക്കൊള്ളുന്ന 29 ഗുഹകളാണ് അജന്തയിലെ ഗുഹാക്ഷേത്രങ്ങളെ വർണ്ണാഭമാക്കുന്നത്. നിലത്തുനിന്ന് പണിതുയർത്തിയ നിർമ്മിതികളല്ല ഇവ. ഭൂമിയുടെ മുകൾ പരപ്പിൽ നിന്ന് താഴോട്ട് വെട്ടിയിറക്കിയ പാറക്കെട്ടിൽ ഏകദേശം
100 അടിയോളം താഴ്ചയിലാണ് ഇവ സ്ഥിതി ചെയ്യുന്നത്. വലിയ പർവ്വതത്തിലെ പാറ തുരന്നാണ് നിർമ്മാണം. നാഗന്മാരാണ് ഗുഹകളുടെ നിർമ്മാണ ചുമതല പൂർത്തിയാക്കിയതെന്നാണ് കരുതുന്നത്. 2-ാം നൂറ്റാണ്ടിൽ പണി ആരംഭിച്ച് 7-ാം നൂറ്റാണ്ട് വരെയുള്ള 1000 വർഷങ്ങൾ കൊണ്ടാണ് ഈ ഗുഹകൾ പൂർണ്ണമായി നിർമ്മിച്ചത് എന്ന് കരുതുന്നു. വലിയ കൽത്തൂണുകൾ കൊണ്ട് ക്ഷേത്രഗോപുരങ്ങൾ താങ്ങി നിർത്തിയിരിക്കുന്നു. ചില ഗുഹകളുടെ മുകൾ ഭാഗം പരന്നതും ചിലതിൻ്റേത് കമാനാകൃതിയിലുമാണ്. 2 തരം നിർമ്മിതികൾ ഈ ഗുഹാക്ഷേത്രങ്ങളിലുണ്ട്. ഒന്ന് പ്രാർത്ഥനയ്ക്കായി നിർമ്മിച്ചവയും മറ്റൊന്ന് ബുദ്ധഭിക്ഷുക്കൾക്ക് താമസത്തിനുള്ളവയും. 4 എണ്ണമാണ് പ്രാർത്ഥനയ്ക്കുള്ള ചൈത്യങ്ങൾ. ബാക്കിയൊക്കെ വിഹാരങ്ങളാണ്. കൂടുതൽ ചൈത്യങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും കാലാന്തരത്തിൽ അവ നശിച്ചതാകാനാണ് സാധ്യതയെന്നും ഗവേഷകർ കരുതുന്നു. ചൈത്യങ്ങളിൽ ഓരോന്നിലും ബുദ്ധപ്രതിമയുണ്ട്. ഒരു നടുത്തളവും അതിനു ചുറ്റും ചെറിയ മുറികളുമുള്ളതാണ് വിഹാരങ്ങൾ. ഓരോ വിഹാരത്തോടുമനുബന്ധിച്ച് ബുദ്ധപ്രതിമയോട് കൂടിയ ഒരു പ്രാർത്ഥനാലയവുമുണ്ട്. മോക്ഷത്തിനു മുൻപുള്ള ഗൗതമ ബുദ്ധന്റെ ചിത്രങ്ങളാണ് എല്ലാ ഗുഹകളുടെയും പൊതുവായ പ്രത്യേകത. തറയിലൊഴികെ മറ്റെല്ലായിടത്തും ചിത്രങ്ങൾ രചിക്കപ്പെട്ടിരിക്കുന്നു. മുഴുവൻ ഗുഹകളിലെയും ചിത്രങ്ങൾ ഇപ്പോഴും തെളിയിച്ചെടുക്കാനായിട്ടില്ല. ഭൂരിഭാഗവും കാലത്തിന്റെ കെടുതികളിൽപ്പെട്ടു പോയിരിക്കുന്നു. 6 ഗുഹകളിൽ മാത്രമേ ഇന്ന് ചിത്രങ്ങൾ അവശേഷിക്കുന്നുള്ളൂ. രണ്ട് നിലകളുള്ളതും വലിപ്പം കൂടിയതുമായ വിഹാരമാണിത്. ഇരിക്കുന്ന രൂപത്തിലുള്ള ബുദ്ധപ്രതിമയാണ് ഈ ഗുഹയിൽ.